ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ ജ്യൂസ് ഓൺ. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു സീരീസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് IT ലെവൽ ഇലക്ട്രിക്കൽ എക്സാംസിന് ഇതുവരെ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും നമ്മളതിന്റെ ഓരോരോ മൊഡ്യൂളായിട്ട് തന്നെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സീരീസ് ഡിസൈൻ ചെയ്തേക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇഷ്ടംപോലെ എന്താ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഈ IT ലെവൽ ഇതുവരെ നടത്തിയ എക്സാംസ് ഏതൊക്കെയാണെന്നും അതിന്റെ കറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് നമ്പർ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്മൾ അവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓരോ മൊഡ്യൂളിൽ നിന്നും ഇതുവരെ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും എന്താ ഡിസ്കസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സീരീസ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ എന്താ മൊഡ്യൂൾ വൈസ് നിങ്ങളിപ്പോ ഒരു മൊഡ്യൂൾ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ആൻസർ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൽ എത്രത്തോളം എനിക്ക് അവിടെ റോങ് വരുന്നുണ്ട്, എത്രത്തോളം അവിടെ കറക്റ്റ് ആൻസേഴ്സ് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താ അവിടെ ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇത് കൂടാണ്ട് നമ്മളവിടെ ഉദ്ദേശിക്കുന്ന ഇതുമായി റിലേറ്റ് ചെയ്ത ഫാക്റ്റും കൂടി പറഞ്ഞിട്ട് പോവാന്നുള്ള രീതിയിലാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനിവേ ഇതിപ്പോ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം, അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നമ്മള് കുറെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു മൊഡ്യൂളിൽ തന്നെ നമ്മളവിടെ ഒരു 80ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, ഒരു 80 സംതിങ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൽ കൂടുതലുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ എന്താ ഒരു 80 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ളതാണ് നമ്മളവിടെ ചെയ്തേക്കുന്നത്. എനിവേ നമുക്കവിടെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ക്വസ്റ്റിനോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഫ്രം ദ ഗിവൺ ഓപ്ഷൻ സെലക്ട് ദി ലിസ്റ്റ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. ഇതിൽ ഇൻസുലേറ്റേഴ്സ് ഏതാ? മൈക്ക, വുഡ്, പേപ്പർ. അപ്പൊ നിങ്ങൾ കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ഏതാണെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതേപോലെ ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾ മൈക്ക, വുഡ്, പേപ്പർ. ഓക്കെ, എന്റെ അടുത്ത് കണ്ടക്ടിവിറ്റി ഓഫ് ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടിവിറ്റി ഓഫ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താ? വെരി ലോ ആയിരിക്കും അല്ലെ? ഇൻസുലേറ്റേഴ്സിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താ? സ്വാഭാവികമായിട്ടും വെരി ലോ കണ്ടക്ടിവിറ്റി ആണല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഓഫ് എൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആറ്റം. ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റില് എത്ര ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക? നമുക്കറിയുന്നുണ്ടാവും. എത്ര? 4 ആയിരിക്കും ഉണ്ടാവുക അല്ലെ? സെമി കണ്ടക്ടേഴ്സ് ആണ്. അപ്പോ സ്വാഭാവികമായിട്ട് അവിടെ എത്ര? 4 വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇനി അടുത്ത്, വാട്ട് ഇസ് ദി കണ്ടക്ടിവിറ്റി ഓഫ് അലുമിനിയം കണ്ടക്ടർ വെൻ കമ്പയർഡ് ടു കോപ്പർ കണ്ടക്ടർ ഓഫ് ദി സെയിം സൈസ്? നമുക്കറിയാം ഇതിലിപ്പം കണ്ടക്ടറിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എന്താ? കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ കോസ്റ്റ് അല്ലെങ്കിൽ കറന്റ് ക്യാരിങ് കേപ്പബിലിറ്റിനെ ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക അല്ലെ? അപ്പൊ നമ്മളൊരു നോർമലി ഒരു കേബിൾ എന്ന് പറയുമ്പോൾ അതിൽ എന്താ ഉണ്ടാവുക? ഒരു കേബിൾ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ട് ഒരു കണ്ടക്ടർ ഉണ്ടാവും, അതുപോലെ ഒരു ഇൻസുലേഷൻ ഉണ്ടാവും, ഒരു പ്രൊട്ടക്റ്റീവ് ഷീറ്റ് ഉണ്ടാവും, അതുപോലെ ആർമറിംഗും ഉണ്ടാവും അല്ലെ? അപ്പൊ ഇതിൽ ഇൻസുലേഷൻ തിക്നെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഓപ്പറേറ്റിംഗ് വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക അല്ലെ? ഐ മീൻ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ കണ്ടക്ടിവിറ്റി ഓഫ് അലുമിനിയം കണ്ടക്ടർ വെൻ കമ്പയർഡ് ടു കോപ്പർ കണ്ടക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്, സെയിം സൈസ് ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. എത്ര? 60.6% ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. എത്ര? 60.6%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് XLP കേബിൾ? XLP എന്ന് പറഞ്ഞാൽ ക്രോസ് ലിങ്ക്ഡ് പോളിയെത്തിലിൻ കേബിൾ അല്ലെ? അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ടാവുക. പിന്നെ അടുത്ത്, സെമി കണ്ടക്ടർ ഹാസ് ജനറലി ഡാഷ് വാലൻസ് ഇലക്ട്രോൺസ്. സെമി കണ്ടക്ടേഴ്സ് കേസിൽ എത്ര? നമ്മളാണ് ഇൻട്രൻസിക് നേരത്തെ പറഞ്ഞേ ഉള്ളൂ. ഒബിയസ്ലി സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ 4 വാലൻസ് ഇലക്ട്രോൺസ്. ഇത് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വന്നാണ് ക്രോസ് ലിങ്ക്ഡ് പോളിയെത്തിലിൻ കേബിൾ. അപ്പൊ ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റൻ ആണ് XLPയുടെ ഫുൾ ഫോം. A conductor carries 7 coulomb charge for a duration of 10 seconds. Then the current through the conductor is equal to. കറന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. I is nothing but Q by T ആണ് അല്ലെ?
അപ്പോ 7 കൂളം ചാർജ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ടൈം 10 സെക്കൻഡ്. അപ്പോൾ 0.7 ആംപിയർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ടാവുക. ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ് വിച്ച് വൺ ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദി കണ്ടക്ടർ, ഇൻസുലേറ്റർ ആൻഡ് സെമി കണ്ടക്ടർ? ഏത് വരിക? എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഇസ് ലോ ഇൻ ഇൻസുലേറ്റർ ആണോ? അല്ല. ദ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആർ അവൈലബിൾ ഇൻ കണ്ടക്ഷൻ ബാൻഡ് ഓഫ് ദി സെമി കണ്ടക്ടർ അല്ല. ദ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഓവർലാപ്സ് ഇൻ കണ്ടക്ടേഴ്സ്. യെസ്, ഇതാണ് കറക്റ്റ് അല്ലെ. ദ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഓവർലാപ്സ് ഇൻ കണ്ടക്ടർ. അപ്പൊ നിങ്ങൾ അവിടെ കണ്ടക്ടറിന്റെ കേസിലും ഇൻസുലേറ്ററിന്റെ കേസിലും സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലൊക്കെ എന്താ, നിങ്ങൾ ആ ഒരു റിലേഷൻ നിങ്ങൾ അവിടെ പഠിക്കുക. ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മീഡിയം ആ ഒരു എനർജി ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാം. അപ്പൊ ആ എനർജി ഗ്യാപ്പിനൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്റെ കൺസെപ്റ്റ് അവിടെ പഠിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മളിപ്പോ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇൻസുലേറ്റേഴ്സിന്റെ കേസിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താ? ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ എത്രയായിരിക്കും? നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എത്ര ഇലക്ട്രോൺ വോൾട്ടിനെ ബേസ് ചെയ്തായിരിക്കും ഉണ്ടാവുക? അതേപോലെ കണ്ടക്ടേഴ്സിന്റെ കേസിൽ, അതേപോലെ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ. ഓക്കെ, അത് നിങ്ങൾ എന്താ കൃത്യമായിട്ട് അതൊന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ റിക്വയർമെന്റ്സ് ഓഫ് എ ഗുഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ഇൻ എ കേബിൾ. ഐഡന്റിഫൈ ദ റിക്വയർമെന്റ്സ് ഓഫ് എ ഗുഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഇൻ എ കേബിൾ. കേബിളിന്റെ കേസിൽ പറയുമ്പോൾ നമുക്ക് എന്താ പറയാം? ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് ആയിരിക്കണം എന്ന രീതിയിൽ പറയാം. ശരിയാണ് അല്ലെ? ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് ആയിരിക്കണം. ലോ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണോ? അല്ല. ഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് എ ടെമ്പറേച്ചർ ഫ്രം 30°C ടു ഓവർ 100°C. കറക്റ്റ് ആണ് അല്ലെ? അതായത് -30°C ടു 100°C. കറക്റ്റ് ആണ്. ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് സ്വാഭാവികമായിട്ടും. അപ്പൊ 1ഉം 3ഉം 4ഉം ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, 1, 3, 4 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. റീഡ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. Wire wound resistors are used for high current application. Carbon composition resistors are used for small power application. ഏതാ കറക്റ്റ്? വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഹൈ കറന്റ് ആപ്ലിക്കേഷൻസ് കറക്റ്റ് ആണ്. കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ സ്മോൾ പവർ ആപ്ലിക്കേഷൻ, അതും കറക്റ്റ് ആണ്. അപ്പൊ ബോത്ത് 1 and 2 ആർ കറക്റ്റ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ reasons are widely using copper as a conductor than silver? Which of the following reasons are for widely using copper as a conductor than silver? അതായത് കോപ്പർ ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സിൽവറിനെക്കാളും. അപ്പൊ എന്താണ് റീസൺ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് ഇതായി പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ എന്താ ആൻസർ വരിക? കോപ്പർ ഹാസ് മോർ കണ്ടക്ടിവിറ്റി ദാൻ സിൽവർ ആണോ? അല്ല, സിൽവറിന് തന്നെയാണ് കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ളത് കമ്പയർഡ് ടു കോപ്പർ അല്ലെ. സിൽവറിനാണ് കണ്ടക്ടിവിറ്റി കൂടുതലുള്ളത്. കോപ്പർ ഈസ് ചീപ്പർ ദാൻ സിൽവർ, അതാണ് കറക്റ്റ്. ഓക്കെ, അതായത് സിൽവറിന് തന്നെയാണ് നമുക്ക് കോപ്പറിനെക്കാട്ടി കണ്ടക്ടിവിറ്റി ഉള്ളത്. പക്ഷെ നമുക്ക് അതിന്റെ റേറ്റ്, സിൽവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആണല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് റേറ്റ് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ അവിടെ എന്താ കോപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബെറ്റർ ചോയ്സ് ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഇൻസുലേഷൻ മെറ്റീരിയൽ? ഇൻസുലേഷൻ മെറ്റീരിയലിന്റെ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താ? ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് ആയിരിക്കണം. ലോ ആണോ? അല്ല. പിന്നെ ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ആയിരിക്കണം. അപ്പൊ 1 and 3 ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, ഇറ്റ് ഷുഡ് ഹാവ് ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ്, 1 and 3. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ റെസിസ്റ്റിവിറ്റി? റെസിസ്റ്റിവിറ്റി റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ? എന്താ? ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് സീമെൻസ് പെർ മീറ്റർ ആണോ? സീമെൻസ് പെർ മീറ്റർ ആണോ? അല്ല. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താ? ആർ ഈസ് നത്തിങ് ബട്ട് റോ ഇൻറ്റു എൽ ബൈ എ ആണ്. അപ്പൊ റോ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആർ ഇൻറ്റു എ ബൈ എൽ ആണ്.
ഓം മീറ്റർ സ്ക്വയർ ബൈ മിനിറ്റ്. ഓം മീറ്റർ ആണ് വരിക, സീമെൻസ് പെർ മീറ്റർ അല്ല. റെസിസ്റ്റിവിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി സൈസ് ഓഫ് ദി കണ്ടക്ടർ. ശരിയാണ്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താ, അത് ഏത് മെറ്റീരിയൽ ആണോ ആ ഒരു മെറ്റീരിയലിന് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലാതെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എന്താ, ഓൺലി ടു, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓൺലി ടു. വിച്ച് ഓഫ് ദി ഫോളോയിങ് വയേഴ്സ് ഹാസ് ദി ഗ്രേറ്റസ്റ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ? ഗ്രേറ്റസ്റ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ, ഗ്രേറ്റസ്റ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ് ഡബ്ല്യു ജി, കുറവ് എസ് ഡബ്ല്യു ജി ഉള്ളതിനാണ് കൂടുതൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ ഏറ്റവും കുറവ് ഏതാ, 8 SWG. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. എ മെറ്റാലിക് ഷീറ്റ് ഈസ് പ്രൊവൈഡഡ് ഓവർ ദി ഇൻസുലേഷൻ ടു പ്രൊട്ടക്ട് ദി കേബിൾ ഫ്രം, ടു പ്രൊട്ടക്ട് ദി കേബിൾ ഫ്രം മോയ്സ്ചർ അല്ലേ, ടു പ്രൊട്ടക്ട് ദി കേബിൾ ഫ്രം ദി മോയ്സ്ചർ. ഓക്കെ, what is the disadvantage of solid conductor compared to standard conductor? എന്താ വരിക, ഇതിൽ നമുക്ക് പറയുമ്പം സോളിഡ് കണ്ടക്ടർ ഈസ് ലെസ് ഫ്ലെക്സിബിൾ ദാൻ സ്റ്റാൻഡേർഡ് കണ്ടക്ടർ എന്ന രീതിയിൽ പറയാം അല്ലെ. സോളിഡ് കണ്ടക്ടർ ഈസ് ലെസ് ഫ്ലെക്സിബിൾ ദാൻ സ്റ്റാൻഡേർഡ് കണ്ടക്ടർ എന്ന രീതിയിൽ പറയാം അല്ലെ. ഡിസഡ്വാൻറ്റേജ് ആണ് ചോദിച്ചേക്കുന്നത്, അപ്പൊ അങ്ങനെ പറയാൻ വേണ്ടി പറ്റുമോ? ഇത് അവിടെ നിൽക്കട്ടെ, ഞാൻ കമന്റ് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഈസ് ദി സെമി കണ്ടക്ടർ മെറ്റീരിയൽ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി സെമി കണ്ടക്ടർ മെറ്റീരിയൽ? ഏതാ ഇതിൽ സെമി കണ്ടക്ടർ ഏതാ ഉള്ളത്? ജർമ്മേനിയം ആണ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആയിട്ടുള്ളത്, ജർമ്മേനിയം. യുറേക്ക എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് അലോയ് ആണ്. അതേപോലെ എബണൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ്. മെഗ്നാൻ എന്ന് പറഞ്ഞാൽ അതൊരു റെസിസ്റ്റൻസ് അലോയ് തന്നെയാണ്, പക്ഷെ ലോ ടെമ്പറേച്ചർ ക്വസ്റ്റനുള്ള ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ഇൻ എൻ അലുമിനിയം ആറ്റം? അലുമിനിയം ആറ്റം നിങ്ങൾ അവിടെ നമ്മളവിടെ പറഞ്ഞു 30 വരെയുള്ള നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഹൈഡ്രജൻ, ഹീലിയം, ബെർലിയം, ബോറോൺ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, നിയോൺ, സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം. അപ്പൊ 13 കൃത്യമായിട്ട് നിങ്ങളവിടെ പഠിക്കുക. ഓക്കെ, വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി യൂണിറ്റ് ദാറ്റ് ഇസ് ബട്ട് കൂളോംബ്. 3 പറയുന്നത് എന്താ, കണ്ടക്ടൻസിന്റെ യൂണിറ്റ് അല്ലേ. പിന്നെ ഓം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്, ആംപിയർ എന്ന് പറഞ്ഞാൽ കറണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഈക്വൽ ടു 1 മെഗാ ഓം? 1 മെഗാ ഓം എന്ന് പറയുമ്പോൾ 10⁻⁶ ഓം. അപ്പൊ 1, 2, 3, 4, 5. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 1 മെഗാ ഓം എന്ന് പറഞ്ഞാൽ 10⁻⁶ ഓം. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദർ ഇൻ ദ തേർഡ് ഷെൽ ഓഫ് ദി കോപ്പർ ആറ്റം? തേർഡ് ഷെല്ലാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ കോപ്പറിന്റെ അറ്റോമിക് നമ്പർ എത്ര? ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല, അല്ലെങ്കിൽ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെല്ലം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, നിയോൺ, സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം, സ്കാനിയം, ടൈറ്റാനിയം, അലുമിനിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. കോപ്പർ, സിങ്ക്. അപ്പൊ കോപ്പർ എന്ന് പറയുമ്പോൾ 29 ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലെ, 29. അപ്പോ 2, 8, 18, 1 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോ തേർഡ് ഷെല്ലിൽ എത്ര? 18. തേർഡ് ഷെല്ലിൽ 18. ഓക്കെ, ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സസ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കണം? അപ്പൊ ഒരു കോൺസ്റ്റന്റ്, ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന്റെ കോൺസ്റ്റന്റ് ആയിരിക്കണം. അതിന് ഇന്റർ റെസിസ്റ്റൻസ് ഇല്ല എന്നുള്ള രീതിയിൽ കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, വാട്ട് ആർ ദി 3 ഫാക്ടേഴ്സ് എസെൻഷ്യൽ ടു മേക്ക് എ സിമ്പിൾ ഇലക്ട്രിക് സർക്യൂട്ട്? ഒരു സിമ്പിൾ ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എസെൻഷ്യൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് ഇ എം എഫ് വേണം, പിന്നെന്താ വേണ്ടേ, ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കറണ്ട് ഉണ്ടെങ്കിൽ അതിനെ ഓപ്പോസ് ചെയ്യണം അല്ലെ. അപ്പോ ഇ എം എഫ്, കറണ്ട്, റെസിസ്റ്റൻസ്.
ഇനി ഇലക്ട്രിക് കറന്റ് ഇസ് ഡിഫൈൻഡ് ആസ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിന്റെ കണ്ടക്ടർ ആണ് അല്ലെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിന്റെ കണ്ടക്ടർ ആണ് ഇലക്ട്രിക് കറന്റ് 1 coulomb charge is equal to the charge of 1 coulomb charge 1 coulomb of ചാർജ് എന്ന് പറയുന്നത് എന്താണ് ചാർജ് ഓഫ് 1 പ്രോട്ടോൺ അല്ലെങ്കിൽ 1 ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്ര 1.6 ഇൻറ്റു 10⁻⁹ ദാറ്റ് മച്ച് കൂളോം ആണ് അപ്പൊ നമ്പർ ഓഫ് ചാർജസ് ഇൻ 1 coulomb എന്ന് പറയുമ്പോൾ 1/1.6 ഇൻറ്റു 10⁻⁹ 1/1.6 ഇൻറ്റു 10⁻⁹ ഇത് അപ്രോക്സിമേറ്റ് എത്ര 6.24 ഇൻറ്റു 10⁻⁸ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് 6.24 ഇൻറ്റു 10⁻⁸. If a material having a forbidden energy of 6 electron volt, identify the type of the material. 6 electron volt എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അതെന്താ ഒരു ഇൻസുലേറ്ററിന് എക്സാമ്പിൾ ആണ് അല്ലെ 6 electron volt എന്ന് പറയുമ്പോൾ അതൊരു ഇൻസുലേറ്ററിന് എക്സാമ്പിൾ ആണ് ഓക്കെ കണ്ടക്ടേഴ്സിനാകുമ്പോൾ ഉണ്ടാവില്ല എനർജി ഗ്യാപ്പ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഫോർബിഡൻ എനർജി ഉണ്ടാവില്ല എന്ന് പറയാം സെമി കണ്ടക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ വാല്യൂ ആയിരിക്കും ഉണ്ടാവും 1 അല്ലെങ്കിൽ 2 electron volt അങ്ങനെയായിരിക്കും പറയുന്നുണ്ടാവുക ഇനി അടുത്ത വിച്ച് ആർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി ഇലക്ട്രിക് ചാർജിന്റെ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രിക് ചാർജ് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻⁹ ആണോ 1.6 സോറി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ ചാർജ് ഈസ് ഈക്വൽ ടു ദി കറന്റ് മൾട്ടിപ്ലൈഡ് ബൈ ദ ടൈം ചാർജ് ഈസ് ഈക്വൽ ടു കറന്റ് മൾട്ടിപ്ലൈഡ് ബൈ ടൈം കറക്റ്റ് ആണ് ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 1.6 ഇൻറ്റു -1.6 അല്ലേ പ്ലസ് അല്ലല്ലോ തെറ്റ് ചാർജ് ഇസ് ഈക്വൽ ടു കറന്റ് ഡിവൈഡ് ബൈ ടൈം അല്ല അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് സോറി ഓപ്ഷൻ 1 ആണ് കറക്റ്റ് അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക ഓപ്ഷൻ സി ആണ് കറക്റ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ യൂണിറ്റ്സ് ഓഫ് വോൾട്ടേജ് വോൾട്ടേജിന്റെ യൂണിറ്റ് എന്താ വോൾട്ട് കറക്റ്റ് ആണ് പിന്നെ ഇ ഈസ് ഈക്വൽ ടു d5/dt അല്ലെ അപ്പൊ വെബർ പെർ സെക്കൻഡ് നോക്കണം പറ്റും ബോത്ത് 1 and 2 ഓക്കെ ബോത്ത് 1 and 2 ആണ് കറക്റ്റ് Under which of the following circumstances the current flow through an AC circuit is possible? എന്താ പറഞ്ഞിരിക്കുന്നത് നോക്ക് if the circuit is in a closed condition ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ കറണ്ട് ഫ്ലോ ഉണ്ടാവും if sufficient voltage drop is available ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടെങ്കിൽ അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും അപ്പൊ ഓപ്ഷൻ സി ബോത്ത് 1 and 2 ആർ കറക്റ്റ് ബോത്ത് 1 and 2 ആർ കറക്റ്റ് ബോത്ത് 1 and 2 ആർ കറക്റ്റ് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി കൊമേഴ്ഷ്യൽ യൂണിറ്റ് അപ്പോൾ നമ്മൾ എപ്പോഴും എവിടെയാ പറയുന്നത് ഇങ്ങനെ എനിക്ക് പറയുന്നുണ്ടാവുക കിലോ വാട്ട് അവറിലായിരിക്കും പറയുന്നുണ്ടാവുക അല്ലെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി പറഞ്ഞ കിലോ വാട്ട് അവർ ഓക്കെ വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഇസ് കോൾഡ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ പൊട്ടൻഷ്യൽ അല്ലെ അതിന്റെ ഡെഫിനേഷൻ വർക്ക് ഡൺ ഇൻ മൂവിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് പിന്നെ അടുത്ത് 1 coulomb is അല്ലെങ്കിൽ ദ coulomb is the unit of coulomb എന്ന് പറഞ്ഞാൽ എന്താ ചാർജ് അല്ലെ അതായത് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് ആണ് 1 coulomb ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് ആണ് coulomb വാട്ട് ഇസ് ദ ഫോർമുല ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ക്യൂ ഇസ് നത്തിങ് ബട്ട് ഐ ടി ആണ് അപ്പൊ കറന്റ് ഇൻറ്റു ടൈം അല്ലെ ക്യൂ ഇസ് നത്തിങ് ബട്ട് ഐ ടി ആണ് കറന്റ് ഇൻറ്റു ടൈം വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ എത്ര വരിക കോപ്പറിന്റെ കേസിൽ പറയുമ്പോൾ ഇതൊന്ന് നോക്കണം കേട്ടോ ഇതൊന്ന് ഞാൻ നോക്കിയിട്ട് ഞാനൊന്ന് അവിടെ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഒന്ന് അവിടെ ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം 38 ദ എസ് ഐ യൂണിറ്റ് ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞാലും ആർ എസ് ബന്ധപ്പെട്ട് റോ ഇൻറ്റു എൽ ബൈ എ അപ്പോ ആർ ഇൻറ്റു എ ബൈ അല്ലേ അപ്പോ ഓമീറ്റർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് കണ്ടക്ടൻസ് reciprocal of resistance is conductance. Match the following.
ഓക്കെ, ഇതിൽ ചെറിയൊരു ആഡ് ഇതിൽ ഇട്ടുണ്ട്. കറണ്ടിന്റെ യൂണിറ്റ് എന്താ? ആംപിയർ. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് വോൾട്ട്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം. ഓക്കെ, ആ ഒരു രീതിയിലാണ്. ജസ്റ്റ് യൂണിറ്റ് ഇതാക്കുവാണ് വേണ്ടത്. ഓക്കെ. 41 റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി എന്താ? കണ്ടക്ടിവിറ്റി. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽ പോസസ് ദി ലീസ്റ്റ് റെസിസ്റ്റിവിറ്റി? ലീസ്റ്റ് റെസിസ്റ്റിവിറ്റി ഏതിനാണ്? ലീസ്റ്റ് റെസിസ്റ്റിവിറ്റി നമ്മുടെ സിൽവറിനെയാണ് അല്ലെ? ഓക്കെ. വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി? നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ? ഓമീറ്റർ അല്ല, ഇത് റിപ്പീറ്റ് ആയിട്ട് കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ വർക്കിംഗ് ടെമ്പറേച്ചർ ഓഫ് ഇലക്ട്രീഷ്യൻ സോൾഡർ? ഇലക്ട്രീഷ്യൻ സോൾഡറിന്റെ വർക്കിംഗ് ടെമ്പറേച്ചർ എത്ര വരിക? 185 അല്ലേ? ഇലക്ട്രീഷ്യൻ സോൾഡറിന്റെ വർക്കിംഗ് ടെമ്പറേച്ചർ 185 ഡിഗ്രി സെൽഷ്യസ്. Out of the following, which composition of tin and lead is used in fine solder? ഫൈൻ സോൾഡറിന്റെ കേസിൽ 63 37 ആണ് വരുന്നത്. 63% ടിന്നും 37% ലെഡും. ഓക്കെ. വിച്ച് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിങ് അയൺ? സോൾഡറിങ് അയണിന്റെ കേസിൽ നമ്മളോട് ഹീറ്റിംഗ് എഫക്റ്റ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. കെമിക്കൽ എഫക്ട് എവിടെ യൂസ് ചെയ്യാൻ നിങ്ങൾ അവിടെ താഴെ കമന്റ് ചെയ്യുക. സോൾഡറിങ്ങിനവിടെ ഹീറ്റിംഗ് എഫക്റ്റ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. വിച്ച് ടൈപ്പ് ഓഫ് സോൾഡർ ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിങ് അലുമിനിയം കണ്ടക്ടേഴ്സ്? കെറാലൈറ്റ് അല്ലെ? കെറാലൈറ്റ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ദ ഫംഗ്ഷൻ ഓഫ് ഫ്ലക്സ് ഇൻ സോൾഡറിങ് ഈസ് ടു കീപ് ദി മെറ്റൽ സർഫസ് ക്ലീൻ ആൻഡ് ഓക്സൈഡ് ഫ്രീ അല്ല? ഓക്കെ. ഐഡന്റിഫൈ ദ എഫക്ട് ഓഫ് അലുമിനിയം ഇമ്പ്യൂരിറ്റി ഇൻ tin lead solder from the following. Identify the effect of aluminum impurity. ഇതൊന്നും അവിടെ ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാട്ടോ. ഞാൻ നോക്കിയിട്ട് അതൊന്ന് കമന്റ് ചെയ്യാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി സോൾഡറിംഗ്? സോൾഡറിംഗിന്റെ ബേസ് ആയിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ദ മെയിൻ കോൺസ്റ്റന്റ് ഓഫ് എലമെന്റ് ഓഫ് സോൾഡർ അലോയ് ആർ tin lead. കറക്റ്റ് ആണ്. ദ സിൽവർ ബേസ്ഡ് സോൾഡേഴ്സ് ആർ യൂസ്ഡ് ടു ക്യാരി ഔട്ട് ദ സോൾഡറിംഗ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. കറക്റ്റ് ആണ്. Flux cannot remove dirt or grease but removes the oxide layer. Correct ആണ്. Option D, all of the above. 1, 2, 3 are correct. The main purpose of flux in soldering is to keep the metal surface clean and oxide free. അല്ലെ? To keep the metal surface clean and oxide free. For soldering integrated circuits in printed PCB, what type of soldering iron tip is best? Conical type അല്ലെ? Conical shape അല്ലെ? അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, കോണിക്കൽ ആണ് അവിടെ കറക്റ്റ് ആയിട്ട് എഴുതാണ്ടാവുക. അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഇനിയിപ്പോ ഉള്ളത് നമുക്കിനി അടുത്ത ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് പോരെ, ഇതിൽ കൂടുതലുണ്ട്. നമുക്ക് ഇപ്പോൾ തൽക്കാലം എന്താ 52 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇനിയിപ്പോ പാർട്ട് 2 ആണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ബാക്കിയുള്ള എല്ലാത്തിന്റെയും മൊഡ്യൂളിനടുത്ത് മൊഡ്യൂൾ 2 ആയിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ മൊഡ്യൂൾ 3. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെയൊക്കെ പാർട്ട് 2 ആയിട്ട് നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് തീർക്കണമല്ലോ. അപ്പൊ എല്ലാ 10 മൊഡ്യൂളും ഏറ്റവും ആദ്യം നമുക്ക് തീർക്കാം. ഓക്കെ. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം വെച്ചാൽ 10 മൊഡ്യൂളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കുറെ ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇതിലൊക്കെ പാർട്ട് 2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്റെ വീണ്ടും രണ്ടാമത്തെ സൈക്കിളായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.